ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. റെഡി? ആ റെഡി. അമ്മായി ഓ പ്രേമിന്ന് അറിയേ ഓ മാറ്. മതിയോ? ആ ശരി, തുടങ്ങട്ടെ. റെഡി, റോൾ. ആക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കേശൂസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സോറി പറ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭവാനിയമ്മ. ഭവാനിയമ്മ എന്ന് പറയുന്നത് ചോനർത്തല ഭവാനിയമ്മ അഥവാ പടവലം ഭവാനി എന്ന് അറിയപ്പെടും. ആ യുവതിയെ ആ ഭവാനിയമ്മ ചോനർത്തലയിലും പടവലത്തും പാറമടയിലും ഒരുപാട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഭവാനിയമ്മ. ഈ ഭവാനിയമ്മ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. എനിക്കില്ല. ഈ ഭവാനിയമ്മ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും. ആ സംശയം തീർക്കാനാണ് നമ്മളോട് വന്നിരിക്കുന്നത്. ഭവാനിയമ്മ എന്തോ? നമസ്കാരം ഭവാനിയമ്മ. നമസ്കാരം. കേശൂസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നന്ദി. ഇതെന്തോന്ന് കലാമണ്ഡലം ഭവാനിയെ? ആയിക്കോട്ടെ. കേശു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇരിക്കത്തില്ല. പറഞ്ഞു വിട്. എന്നെ വെറുതെ ചൊറിയാൻ വേണ്ടി ഇരിക്കുക. പറഞ്ഞു വിട്. അയ്യോ ഞാൻ തമ്മിട്ടുള്ളേ നിങ്ങളായിക്കോ. മര്യാദ ഇരിക്കുവാണെങ്കിൽ. ഓക്കെ, പാറു ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ റോൾ ചെയ്യടാ. ആക്ഷൻ. ഭവാനിയമ്മ, അമ്മയ്ക്ക് ഇങ്ങനൊരു വൈകിയ വേളയിൽ ഇങ്ങനൊരു പോപ്പുലർ സ്പേസിൽ ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? വൈകിയ വേളയിലോ? ഓ മനസ്സിലായില്ലേ, വൈകിയ വേള അമ്മ തട്ടിപ്പോറായെന്ന്. അല്ല അതിന്റെ ഉദ്ദേശം നീ ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? ഞാൻ അങ്ങനല്ല അമ്മൂമ്മ ഉദ്ദേശിച്ച. അമ്മൂമ്മ തെറ്റിയിരിക്കല്ലേ. കേശു മിണ്ടായിരിക്കാൻ പറ. അമ്മായി മിണ്ടായിരിക്കേ. അമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പോട്ട് ആന്നല്ല ഞാൻ ഉദ്ദേശിച്ച. ഞാൻ ഇപ്പൊ കറക്റ്റ് പറയാം. അത് കട്ട് ചെയ്യാളെ. ഭവാനിയമ്മ എന്തോ വിഷയത്തിലുണ്ട്. ഭവാനിയമ്മ നമ്മളോട് എത്ര കൂട്ടം പായസം ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് പറഞ്ഞത്? എനിക്ക് 28 കൂട്ടം പായസം ഉണ്ടാക്കാൻ അറിയാം. തള്ളേ ഒരൊറ്റ തള്ള അങ്ങ്. ഇതെന്തോ ഇത്? നേരത്തെ അവിടെ വെച്ച് പറഞ്ഞു 18. ഇതിപ്പോ എങ്ങനെ 28 ആയി? എനിക്ക് 28 കൂട്ടം ഉണ്ടാക്കാൻ അറിയാം. അമ്മ നാട്ടുകാര് കാണണല്ലേ ഇങ്ങനെയൊക്കെ കള്ളം പറയണോ? ഞാൻ പോവാ. നമുക്ക് തീരുമാനം ഉണ്ടാകാം. അമ്മായി പോയേ. അമ്മായി പോയേ ഇവിടുന്ന്. ഞാൻ എന്തിനു പോണം? ഞാൻ ഇവിടുന്നോളാം. അമ്മായി ഇവിടെ നിന്ന് ശരിയാവില്ല. കാരണം എന്റെ അമ്മയെ വിളിച്ചോണ്ട് പോകും. ഞാൻ മിണ്ടാന്നോളാം. ഇന്റർവ്യൂ എടുക്കാൻ സമ്മതിക്കത്തില്ലേ? ആ നമ്മളില്ലേ போறோம். அம்மா உட்காருங்க. ஊர்ல எல்லாரும் பாப்பாங்க. நான் உட்காரிக்கோலாம். போ பிடிச்சிட்டு போ. അങ്ങനെ തള്ളണേ. തള്ളിക്കോ. അഹങ്കാരി. നമുക്കെന്നാ ഇന്റർവ്യൂ എടുത്താലും നീ വരത്തില്ലല്ലോ. വരൂല്ലേ? എന്താ ചുരുട്ടി തള്ളുന്ന? ഭംഗിക്ക് ഇരുന്നോട്ടെ. കൊള്ളാം. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. പാറുവേ റോൾ ചെയ്തു. ആക്ഷൻ. ഭവാനിയമ്മ, അമ്മയ്ക്ക് 28 കൂട്ടം പായസം ഉണ്ടാക്കാൻ അറിയാം എന്നല്ലേ പറഞ്ഞത്? അതെ. അതൊക്കെ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ ഹാൻഡിൽ ചെയ്യുന്നത്? ഒറ്റയ്ക്ക്, വേറെ ആരും സഹായിക്കാനില്ല. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഇക്കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരെണ്ണം സഹായിക്കത്തില്ല. എൻ്റെ മോളുടെ 4 മക്കളുണ്ട്. ഒരെണ്ണം പോലും എന്നെ ഒന്നും ഭവാനിയമ്മ വേണ്ട, അതിന്റെ ആവശ്യമില്ല. വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോട്ടെ കേട്ടോ. ഓക്കെ, മക്കളുടെ കാര്യം വിട്. ഒരു മരുമകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ എൻ്റെ പൊന്നു മോനെ, അവിടെ കാര്യം പറയാതിരിക്കുക ഭേദം. അവളാണെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ പണി ചെയ്യത്തില്ല. എന്തിന് ഒരു ഇച്ചിരി ഉപ്പ് ഏതാ പഞ്ചസാര ഏതാന്ന് പോലും അറിയത്തില്ല. എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുവാന്നോ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നു മുട്ട തിന്നും. അതാണ് അവിടെ ജോലി. ഓക്കെ, ഇങ്ങോട്ട് നോക്കാം ഭവാനിയമ്മ. ഭവാനിയമ്മ,
ഈ മരുമോളുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് മരുമോൾ അടുക്കള കയറി ഒരു പണിയും ചെയ്യാറില്ല? ഒരു പണിയും ചെയ്യത്തില്ലെന്നേ, മേത്ത് കേറ് നുറുമ്പ് തൂത്തിറക്കത്തില്ല. അതുപോലും തൂത്തിറക്കില്ല. ഓഹ് സോ സാഡ്. പിന്നെ ഈ മരുമോള് എങ്ങനെയാണ്, നിങ്ങൾ ആലോചിച്ച് കെട്ടിച്ചതാണോ? അയ്യോ അതൊന്നും പറയണ്ട, എന്റെ ചെറുക്കനെ വളച്ചൊടിച്ചെടുത്തതാന്നേ. കല്യാണമൊന്നും നടത്തിയില്ല. പിന്നെ എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഇവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഈ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? അമ്മ വീട്ടിൽ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ദേഷ്യപ്പെടാറുണ്ടോ? എന്റെ പൊന്നു മോനിപ്പൊ കണ്ടപ്പോ മനസ്സിലായല്ലോ ഞാൻ എന്തിനെങ്കിലും പോവോ. ഞാൻ സർവ്വ പണിയും ചെയ്തിട്ട് ഒരു മൂലയില് അടങ്ങി ഒതുങ്ങി ഞാൻ ഇരിക്കും. പക്ഷെ എന്റെ അടുത്തോട്ട് ഇനി വന്ന് കയറും. അയ്യോ എന്റെ തല ചാടി പറിക്കും ചില നേരത്ത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.